ഹലോ ഗൈസ്, എക്സ്പ്ലോർ വിത്ത് നഫ്ല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിതിനകത്ത് ആരെങ്കിലും ആദ്യമായിട്ടാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ചിക്കനില്ല, പക്ഷേ ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 3 ഉരുളക്കിഴങ്ങ് കേട്ടോ. നിങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഈ കറി എന്ന് പറയുന്നത് പിന്നെ ഒരു ചിക്കൻ കറിൻ്റെ ടേസ്റ്റാണ്. ഇപ്പോൾ ഇൻ കേസ് നമുക്കൊരു ചിക്കൻ കറി കൂട്ടാമെന്ന് ചിക്കൻ ഇല്ല, പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളൊന്നും തേങ്ങ അരച്ചിട്ടൊന്നോ അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. കുറേ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് കുക്കറില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വെജിറ്റേറിയൻസിനാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു ചെറുതും മീഡിയം സൈസും ആയിട്ടുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളീൻ്റെ ഞാൻ ഒരു പകുതി കഷ്ണമായിട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളീൻ്റെ അളവിന് മാറ്റം വരുത്താം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി. ഇത് അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്, നല്ല വലുപ്പമുണ്ട്. അപ്പം ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിത് വല്ലാണ്ട് ചെറുതായി ഒന്നും കട്ട് ചെയ്യേണ്ട, കാരണം നമ്മളിത് കുക്കറിൽ ഇട്ടിട്ട് എടുക്കുന്നതാണ്. പിന്നെ വേണ്ടത് കരിവേപ്പിലയാണ്. ഞാൻ ഒരു 2 അല്ലി കരിവേപ്പില എടുത്തിട്ടുണ്ട്. കരിവേപ്പില നമുക്ക് താളിച്ച് ചേർക്കുമ്പോഴും ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അപ്പം കുറച്ച് കരിവേപ്പിലയൊക്കെ എടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് പൊടികളൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാകുന്ന കുറച്ച് പൊടികൾ. അപ്പോൾ പിന്നെ ഒരു കുക്കർ എടുക്കുക. ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച എല്ലാ ഉരുളക്കിഴങ്ങും ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കരിവേപ്പിലയും ആഡ് ചെയ്യുക. നമ്മളത് ഇതൊന്നും ഇടുന്നില്ല കേട്ടോ, പച്ചമുളകൊന്നും ഇടുന്നില്ല. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് അധികം അങ്ങനെ എരിവ് ഇഷ്ടമല്ല. സോ ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. ചിലർ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ക്യാരറ്റും ആഡ് ചെയ്യാൻ എൻ്റെ അടുത്തില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ചിലർ ബീട്രൂട്ട് ആഡ് ചെയ്യുന്നവരുണ്ട്, അതും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് വെജിറ്റബിൾസ് ഉള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ അടിച്ചിട്ടാൽ മതി. ഒരു 2-3 വിസിലിനൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇതായിക്കോളും. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അപ്പോൾ കുക്കറിലേക്ക് ഓരോന്നായിട്ട് ഇപ്പം പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളിയും കരിവേപ്പിലയും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമുക്കതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. ഞാൻ മസാലപ്പൊടികളായിട്ട് കുറേ മസാലയൊന്നും എടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചും മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അതൊക്കെ അത്ര നമ്മൾ ബേസിക് മസാലകളില്ല, അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ചിലരുണ്ട് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നവർ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒന്നും വേണ്ടെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഞാൻ വിട്ടുപോയി കേട്ടോ, ജിഞ്ചർ പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ കണ്ടപ്പോഴാണ് ഓർത്ത്. അപ്പം പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി കൂടുതലായി പോകണ്ട, കാരണം ചിലത് കുത്തുന്ന ഒരു ചുവ വരും, അതുകൊണ്ട് കൂടുതലായി പോകണ്ട. പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചിക്കൻ കറിൻ്റെ ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്. അപ്പം ഗരം മസാല അതും ഒരു ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇടാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പിന്നെ മുളക് പൊടി. അത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ, കാരണം ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലല്ലോ, സോ നിങ്ങൾക്ക് പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്യുക. പിന്നെ ഇടുന്നത് ഉപ്പാണ്.
പിന്നെ ആവശ്യാനുസരണം എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ആ രുചി വരിക. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നേരെ അടുപ്പത്തോട്ടേക്ക് വെക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ആകാൻ അധികം സമയമൊന്നും വേണ്ട. ചിലർ കുക്കർ അനുസരിച്ചിട്ട് ഒരു 2-3 വിസിൽ. ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു കുക്കറിനകത്ത് ഒരു 2 വിസിൽ മതി. അപ്പോൾ നിങ്ങളുടെ പ്രഷർ കുക്കർ പോലെ അത് എത്ര വിസിലാണെന്ന് വെച്ചിട്ട് നോക്കുക. കാരണം ഇൻ കേസ് ഇപ്പോൾ കുക്കർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, അല്ലാണ്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പം ഹൈ പ്രഷറിൽ ഒരു വിസിലും പിന്നെ ഒരു ലോ പ്രഷറിലിട്ടിട്ട് വേറൊരു വിസിലും, അങ്ങനെയാണ് പിന്നെ ഇപ്പം ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്തൊക്കെ ഇവിടെ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് മസാലയാക്കിയിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2 വിസിലിന് ശേഷം പിന്നെ ഇതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം പിന്നെ അതെടുക്കുക. എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടത് അതിനകത്ത് താളിക്കുകയാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ അറിയാണ്ട് ഒരു 3 വിസിലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രഷർ കളഞ്ഞത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പ്രഷറൊക്കെ താഴ്ന്നതിന് ശേഷം 2 വിസിലും അതിൻ്റെ പ്രഷർ താഴ്ന്നതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. പിന്നെ ഞാനത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് താളിപ്പിനകത്ത് വീണ്ടും നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് നേരത്തെ ചേർത്ത പോലത്തെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത് 3 പിന്നെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ കറിയിലേക്ക് ചേർക്കാം. ഞാനൊരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് ചിക്കൻ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും, അപ്പോൾ നല്ല രുചിയുണ്ടാകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം കേട്ടോ. വേണ്ടത് പിന്നെ താളിക്കാൻ വേണ്ടത് വെളിച്ചെണ്ണയും കരിവേപ്പിലയും പിന്നെ ചിക്കൻ മസാലയും. നിങ്ങൾ ഇൻ കേസ് ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഇത്രയും ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പിന്നെ പൊട്ടറ്റോൻ്റെ വേവിച്ചില്ലായിരുന്നോ അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പം ഞാനിത് സിമ്പിളായിട്ടാട്ടോ ചെയ്യുന്നത്. അതിന് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ആവശ്യം കൊണ്ടാണ്. അതുകൊണ്ടൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിരിക്കും കേട്ടോ നല്ലത്. നിങ്ങളടുത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ കടുക് ഇടുക. എന്നിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് കരിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കരിവേപ്പില ആഡ് ചെയ്തു. പിന്നെ അതിനുശേഷം അത് ഒന്ന് നന്നായിട്ട് വാടിയിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ല് വരുന്ന സമയത്താണ് ഞാൻ എന്തിടുന്നത്, ഇറച്ചി മസാലപ്പൊടി ഇടുന്നത്, ചിക്കൻ മസാലപ്പൊടി ഇടുന്നത്. പിന്നെ ചിക്കൻ മസാലപ്പൊടി ഇടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാലേൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ കുറച്ചൊരു ഗരം മസാല ഇതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്തു. നമ്മൾ കൂടുതൽ മസാല ആയിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ മസാല ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും മസാല ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം കുത്തും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രം, ആ ഒരു ഫ്ലേവറിന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെക്കണേ നമ്മൾ ഈ മസാലകൾ ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ കരിഞ്ഞു. അപ്പം എന്നിട്ട് നമ്മൾ ഈ താളിച്ചത് വേവിച്ച് വെച്ച പൊട്ടറ്റോയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പം ചില സമയത്ത് പൊട്ടറ്റോ വേവിച്ച് വരുന്ന സമയത്ത് അതിനകത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കേസുകളിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ തിളപ്പിക്കണം കേട്ടോ. പിന്നെ ഇത് ഇല്ലെങ്കിലും പിന്നെ വെള്ളം ഉണ്ടെങ്കിലും നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ അതിൻ്റെ രുചിയൊക്കെ എല്ലാ പൊട്ടറ്റോനകത്തൊക്കെ ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും.
അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് ഇതാക്കുക. എന്നിട്ട് അതിനകത്ത് വലിയതായിട്ടുള്ള പൊട്ടറ്റോകളുണ്ടാവും, ചിലത് അത്യാവശ്യം അടിയാത്ത, അതൊക്കെ നമ്മളൊന്ന് കൈ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പം ഈ പൊട്ടറ്റോ കറിക്ക് പിന്നെ അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പോലെ തോന്നും. പിന്നെ അങ്ങനെ ഉടച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ. നമ്മൾ ഈ ബാജി കറിയിലൊക്കെ നമ്മളിങ്ങനെ ഉടച്ചിടില്ലേ, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇതാക്കുക. അതിനുശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പൊട്ടറ്റോ കറി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്, പെട്ടെന്നാവുകയും ചെയ്യും. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ, അത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പം പിന്നെ ചിലരൊന്നും ആഡ് ചെയ്യില്ല, പക്ഷേ എനിക്ക് ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫീലിംഗ് വേണ്ടതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് മല്ലിച്ചപ്പ് ആഡ് ചെയ്തത്. അപ്പം ഇതാട്ടോ പൊട്ടറ്റോ കറി. ശരിക്കും കാണുമ്പോൾ തന്നെ ഒരു ചിക്കൻ കറി ലുക്കൊക്കെ ഇല്ലേ, അപ്പോൾ ടേസ്റ്റും അതുപോലെ തന്നെ. പിന്നെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ, കഷ്ണത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ കറിയെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു മീൻ കറി ഉണ്ടാക്കാം. അത് വളരെ എളുപ്പത്തിനുണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതല്ലേ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പിന്നെ കടുകും ഉലുവയും ആദ്യം വെളിച്ചെണ്ണയിൽ പിന്നെ ഒന്ന് താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കരിവേപ്പില ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വാടി കഴിഞ്ഞതിന് ശേഷം മാത്രം കേട്ടോ മസാല ഇടാൻ പറ്റും. ആകെ 2 മസാല ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ മത്തിക്കറിയിൽ മല്ലിപ്പൊടി ഇടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം അത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഉപ്പ് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉപ്പ് അതും കൂടി ആഡ് ചെയ്യാം. അപ്പം എനിക്ക് മുളക് പൊടി കുറച്ച് ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി, അതുകൊണ്ടാണ് ഞാൻ 3 പിന്നെ ടീസ്പൂൺ ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിലും പിന്നെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പിന്നെ ഇതാക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പൊന്തിച്ചത് അത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇലക്ട്രിക്കിൻ്റെ സ്റ്റൗവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊക്കിയെടുക്കുന്നത്. അതിനുശേഷം തക്കാളി കട്ട് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ തക്കാളീൻ്റെ പിന്നെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ ഡ്രൈനെസ് പോവും മസാലേൻ്റെ. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്, ഉടയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അത് മൂടി വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് മതി. അപ്പോഴത്തേക്കൊക്കെ തക്കാളി പെട്ടെന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ തക്കാളി ഇപ്പം ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് പുളീൻ്റെ വെള്ളം ആദ്യം തന്നെ ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് പുളിവെള്ളം ആഡ് ചെയ്യുക. എനിക്ക് കുറച്ചൊരു പുളിയുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ചധികം പിന്നെ പുളിവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ്. ഇതിൻ്റെ മീൻകറി ആരെയും വെക്കാനൊന്നും പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, എന്നാലും പറയാം, അത് പെട്ടെന്ന് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ഇത് ആഡ് ചെയ്യുക. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ എന്താക്കണം, ഇത് തിളക്കാൻ വേണ്ടി വരണം. നമ്മൾ തിളച്ചതിന് ശേഷം മാത്രമേ മീനിടുന്നുള്ളൂ, കാരണം മത്തിയൊക്കെ വെന്ത് കിട്ടാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ അതൊന്ന് അവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളെ മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ പുളിവെള്ളം, എനിക്ക് കുറച്ച് പുളി വേണ്ടതുകൊണ്ട് വീണ്ടും പിഴിഞ്ഞിട്ട് വെള്ളം തന്നെ ആഡ് ചെയ്ത്. നിങ്ങൾക്ക് ആദ്യത്തെ പുളി കറക്റ്റാണ്, ഇനി കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മീൻ ചേർത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. ഇനിയാണ് പിന്നെ എനിക്കിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതാക്കി. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് മത്തി നല്ലോണം വരഞ്ഞൊക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ച മീനെടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നില്ല, പകരം അതിൻ്റെ കൈ വെച്ചിട്ട് തന്നെ, കാരണം അത് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് ആഡ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു 10 to 15 to 20 മിനിറ്റ് മാക്സിമം വെച്ച് കഴിഞ്ഞാൽ തന്നെ മീൻകറി റെഡിയാവും. അപ്പോൾ അതും ആയപ്പോൾ സമയത്ത് ചമ്മന്തിയും കൂടി തിന്നാനൊരാഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ചമ്മന്തി ആക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2-3 വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളക് ഒരു പാനിലിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് ചമ്മന്തി. അപ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് കനലുണ്ടെങ്കിൽ അതിനകത്ത് ചുട്ടെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കുറച്ച് ചെറിയുള്ളിയില്ലേ, ചെറിയുള്ളിയും പുളിയും പിന്നെ ഒരു കപ്പ് തേങ്ങയും പിന്നെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച്, പിന്നെ കരിവേപ്പില, ഇഞ്ചീൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, കുഞ്ഞു കഷ്ണമാക്കിയിട്ട് മുറിച്ചതാണ്. അതും ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് അത്രയും ആഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം പിന്നെ ചമ്മന്തിയും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, അപ്പോൾ ഇതാക്കേണ്ട ആവശ്യമില്ല. ഞാൻ സോറി കേട്ടോ, വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, പറയാൻ മറന്നുപോയി. വെളിച്ചെണ്ണ നിങ്ങൾ ആവശ്യം എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അരക്കേണ്ട ആവശ്യമില്ല, കാരണം അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പിന്നെ ചമ്മന്തി എന്നുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് അത് മാറിപ്പോവും. അപ്പം ഒരു 2-3 പൾസിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ തന്നെ എന്താവും, നമ്മളെ ചമ്മന്തി പെട്ടെന്ന് റെഡിയാവും. അപ്പം ഇത് ചമ്മന്തി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു ചമ്മന്തി. കാരണം ഞാൻ നല്ലൊരു ചമ്മന്തി, എനിക്കെല്ലാം ചോറുണ്ടെങ്കിൽ എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ നല്ല രസമുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും എന്താക്കിയാൽ മീൻ നേരത്തെ നമ്മൾ മസാല ആക്കി വെച്ചില്ലായിരുന്നോ, അത് പെട്ടെന്നൊന്ന് പൊരിച്ചെടുക്കുക. അപ്പം അതിനകത്തും അധികം ഇതൊന്നും ഇട്ടിട്ടില്ല, ആകെ പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതില്ലേ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതും കരിവേപ്പിലി മാത്രമായിട്ട് ആഡ് ചെയ്ത്. ഇപ്പോൾ ചോറായി, മീൻകറിയായി, പിന്നെ പൊട്ടറ്റോ കറിയായി, അതുപോലെ തന്നെ ചമ്മന്തിയായി. ചോറ് ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ലായിരുന്നു. പിന്നെ ഈ കറികൾക്ക് മാത്രമായിരുന്നു, അപ്പോൾ പെട്ടെന്നായി. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡ് വളരെ നൈസായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. ഇപ്പം എന്താണെങ്കിലും, പിന്നെ ഉണ്ടാക്കിയ ചമ്മന്തി ആണെങ്കിലും, മീൻകറിയൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന അതുകൊണ്ട് മീൻകറി ആണെങ്കിലും, എന്നാലും മീൻകറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നല്ല രുചിയാണ്. പിന്നെ ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പം ഖത്തറിലായതുകൊണ്ട് അത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പൊട്ടറ്റോ കറി ആണെങ്കിലും, പൊട്ടറ്റോ കറിയൊക്കെ ചിക്കൻ കറി, ചിക്കന് പകരം വെക്കാൻ വേറൊന്നുമില്ല. പക്ഷേ പെട്ടെന്നൊരു സാഹചര്യം ചിക്കനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി, അത് ചിക്കൻ്റെ അത് രുചിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അടിപൊളി ഒരു വിഭവമാണ്. പിന്നെ ചോറായി, പൊട്ടറ്റോ കറിയായി, മീൻകറിയായി, ചമ്മന്തിയായി, വേണമെങ്കിൽ അച്ചാറും കൂട്ടാം. പക്ഷേ ചമ്മന്തി ഉള്ളതുകൊണ്ട് അച്ചാറിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു ലഞ്ച് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി സെറ്റാക്കി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ